ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഡെലിവറി വ്ളോഗാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടപ്പാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളൊരു ഡെലിവറിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ശരിക്കും ഒരു ടാറ്റയുടെ ഷോറൂമിന്റെ ഫ്രണ്ടിലാട്ടോ. അപ്പോൾ ഇതൊരു സർവീസ് ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ ടാറ്റയുടെ ഷോറൂമിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ടാറ്റ വണ്ടിയിട്ടാണ് പോകുന്നത് വിചാരിക്കും. പക്ഷെ നമ്മൾ മഹീന്ദ്ര 3XO ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി സൈഡാക്കി കേട്ടോ. അവിടെ ഒരു ചായക്കട കണ്ടപ്പോൾ പാർക്കിംഗ് സ്പേസ് ഒക്കെ ടാറ്റന്റെ ഷോറൂമായി പോയി, അത്രേ ഉള്ളൂ. അതെ, അപ്പോൾ ടാറ്റയുടെ ഷോറൂമിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സെയിൽസും ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വണ്ടി എന്ന് പറയുന്നത് മഹീന്ദ്ര XUV 3XO ആണ്. 3XO ഇത് ഏതാ വേരിയന്റ്? MX3 പെട്രോൾ മാനുവൽ. MX3 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് കേട്ടോ. അപ്പം MX3യിൽ ശരിക്കും ബാക്കിൽ കണക്റ്റഡ് ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇല്ല, ഇത് കസ്റ്റമർ ആഡ് ഓൺ ചെയ്തതാണ്, അഡീഷണൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതെ. അപ്പോൾ ബ്ലാക്ക് കളറും കൂടെയാണ് വണ്ടി. അപ്പം കണ്ടോ, വീൽ ക്യാപ്പ് കാര്യങ്ങൾ അലോയ്സ് ഇല്ല. ഇതാണ് വണ്ടിയുടെ സൈഡ് ലുക്ക്. പിന്നെ നമുക്ക് LED DRL വിത്ത് ടേൺ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹാലജൻ ഹെഡ് ലാമ്പ്, അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട് അല്ലേ? അതെ. ഇത് DRLൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചർ ആട്ടോ. XUV 3XO ബേസ് മോഡൽ തൊട്ട് ഫുൾ ഓപ്ഷൻ വരെ എല്ലാത്തിലും കിട്ടും. അതെ. പിന്നെ നമ്മളിന്ന് ഈ വണ്ടി ഡെലിവറി ചെയ്യാൻ പോണത് തിരുവല്ലയാണ് കേട്ടോ. അപ്പം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല. മുമ്പൊക്കെ പല വീഡിയോസിലും അറിയാതെ കോട്ടയം ജില്ലയിലെ തിരുവല്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, കോട്ടയത്തല്ല തിരുവല്ല ശരിക്കും പത്തനംതിട്ട ജില്ലയിലാണെന്ന്. അപ്പൊ നമ്മൾ ഈ ശരിക്കും കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല ഇത് മൂന്നും കൂടെ ഇങ്ങനെ ഏകദേശം ഒരു അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ കോട്ടയത്ത് നിന്ന് ഇങ്ങനെ നേരെ വരുമ്പോൾ അടുത്ത് തന്നെയാണ് തിരുവല്ല. അതെ, വലിയ ഡിസ്റ്റൻസ് ഇല്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരുവല്ല, കോട്ടയം തിരുവല്ല എന്നാണ് പറഞ്ഞ് അങ്ങനെ ആ ഒരു പ്രാക്ടീസ് അങ്ങനെ ശീലമായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ശരിക്കും അതൊരു ബോർഡർ ആണെന്ന് പറഞ്ഞില്ലേ നമ്മൾ അവിടെ ചോദിച്ചപ്പോൾ? അതെ, പത്തനംതിട്ടന്റെയും കോട്ടയത്തിന്റെയും ഒരു ബോർഡർ ആയിട്ടാണ്. അപ്പോൾ ശരിക്കും ഈ തിരുവല്ല വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ അതിലാണ് ഒരു കൺഫ്യൂഷൻ വന്നുള്ളത്. എന്തായാലും നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലേക്കാണ് നമ്മൾ ഈ വണ്ടി ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അത് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ആ ഒരു ഷോപ്പിലാണ് നമ്മൾ ഡെലിവറി. നമ്മൾ കഴിഞ്ഞൊരു ഡെലിവറിക്ക് പോയ സമയത്ത് അവിടെ ഈ കസ്റ്റമർ, നമ്മൾ ഈ വണ്ടിയുടെ കസ്റ്റമർ വന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് ബുക്കിംഗ് തന്നത് അല്ലേ? നമ്മൾ അവിടെ വരുന്നുണ്ട് അറിഞ്ഞിട്ട് കസ്റ്റമർ നേരിട്ട് നമ്മൾ കാണുകയും ചെയ്യാം. പിന്നെ നമ്മളെ ഒരു ഫീല് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, നമ്മൾ വീഡിയോസിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ നേരിട്ട് വന്ന് കണ്ട് അന്ന് തന്നെ അവിടെ തന്നെ ചെക്ക് ഒക്കെ തന്ന് ബുക്ക് ചെയ്യുക ചെയ്തിട്ടുള്ളത്. യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഡെലിവറി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നാ വിട്ടാലോ? അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം 6 മണിയായി. പള്ളി കയറിയിട്ടില്ല, ഇനി പള്ളിയിലൂടെ കയറാണ്ട്. നല്ല മൈലേജ് കാണിക്കണല്ലോ റൈസേ. ഇപ്പോൾ 19 കാണിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ 18.3 വരെ എത്തി. ഇപ്പോൾ റേഞ്ച് 312 കാണിക്കുന്നുണ്ട്. 0 ആക്കിയാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള മൈലേജ് അടുത്ത്, അത് സിറ്റിയിലുള്ള മൈലേജ് ഇനി ഇപ്പോൾ അടുത്ത് റീസെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണിക്കട്ടോ. ഇപ്പോൾ നേരെ ഇങ്ങനെ വെളുത്ത് വരുന്ന ടൈം കേട്ടോ. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ടൈമാണ്. നല്ല ഒരു രസമുള്ള ടൈമാണ് ഈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ രാവിലെ കിടന്നുറങ്ങുന്ന ടൈമാണ്. അതെ, നമുക്ക് അത്രയും കാണാൻ പറ്റാത്തൊരു, കൂടുതൽ കാണാൻ കിട്ടാത്തൊരു സമയമാണ്. പക്ഷെ ഏറ്റവും നല്ല ഫീല് കിട്ടുന്ന ഒരു ടൈം. വണ്ടി ഓടിക്കാൻ, ഡ്രൈവ് ചെയ്യാനാണെങ്കിലും, ഇപ്പൊ ബൈക്ക് ഓടിച്ച് റൈഡ് ചെയ്യാനാണെങ്കിലും, നടക്കാനാണെങ്കിലും ഈ ടൈമിൽ ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, വേറെ തന്നെ അല്ലേ? അതെ. ഞാൻ ഇപ്പൊ എവിടെ പോവാണെങ്കിലും മാക്സിമം ഒരു 6 മണി സൂര്യൻ ഉദിച്ച് വരുന്ന ഈ ടൈമിൽ നീച്ച് പുറത്തേക്ക് വന്ന് പുറത്തൊന്ന് ഇറങ്ങി ആ ഒരു ക്ലൈമറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കലുണ്ട്. ഈ സമയം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഒന്നാമത് ഡേ നല്ല ലെങ്ത് തോന്നിക്കും. അതെ. പിന്നെ ഈ സമയം ഭയങ്കര രസമാണ്. ക്ലൈമറ്റ് കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും. വൈകുന്നേരം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സൺസെറ്റിന്റെ ടൈം ഇത്ര ഒരു ഇത് കിട്ടില്ലല്ലോ, കുറച്ച് ചൂടും കാര്യങ്ങളും. പിന്നെ എല്ലാവരും നല്ലൊരു എന്താ പറയാ, ഒരു കാമായിട്ട് ഒരു ഫ്രഷ് ഫീൽ ആവും. പിന്നെ ഈ ടൈമിൽ വേറെ സംഭവം വെച്ചാല് നമ്മളിങ്ങനെ റോട്ടിൽ നോക്കുമ്പോഴേ എല്ലാം ഓണായി വരുന്ന ടൈമാണ്. ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കടകളാണെങ്കിലും എല്ലാം ഇങ്ങനെ രാവിലെ എല്ലാവരും വന്ന് കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ, പിന്നെ കുറെ പേര് ജോലിക്ക് പോകും, സ്കൂളിൽ ഇങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകണമൊക്കെ ഒരു ടൈമാണ്. ഒരു നാട്ടുമ്പുറത്ത് കൂടി പോവുകയാണെങ്കിൽ പോലും ഈ ടൈമിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഏറ്റവും മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ടൈമിൽ ഓടിക്കുന്നത് ഭയങ്കര ഒരു ഫീലുള്ള കാര്യമാണ്. ചില സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴേ നല്ല ഫോഗും കാണാൻ പറ്റും. ആ സമയത്ത് കോട ഇറങ്ങി വരുന്ന ടൈമാണ്, കുറച്ച് തണുപ്പുള്ള ടൈമാണെങ്കിൽ. പക്ഷെ ഇതിപ്പോ നമ്മള് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഇങ്ങനെ പോവാട്ടോ. പക്ഷെ ഈ കാണുന്ന റോട്ടിലുള്ളത് ഫോഗല്ല, നല്ല പൊടിയാണ്. ഈ ടൈമിൽ ബൈക്കൊക്കെ ഓടിച്ചു പോണവരെ സമ്മതിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒക്കെ ഫുള്ള് റോഡ് പണി എടുക്കുക. അപ്പൊ പല ആളുകളും പറഞ്ഞു കേട്ടു എല്ലായിടത്തും നല്ല റോഡുകളാണ്, പക്ഷെ തൃശ്ശൂർ കയറി കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് റോഡ്. അപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അപ്പൊ അതൊക്കെ ക്ലിയർ ആയി വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതാണ് ഇപ്പൊ റോഡിൽ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അധികം വൈകാതെ ഈ റോഡെല്ലാം വർക്കെല്ലാം കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത് ഈ ടൈമിലല്ലേ 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ സമയം തന്നെ അതായത് വെയില് ചൂടാവുന്ന മുമ്പായിട്ട് ഒരു പണി തീർത്ത് പോകും. പിന്നെ ഈ രാവിലത്തെ തിരക്കാവണതിന് മുമ്പേ റോഡ് റഷ് ആവണതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ വർക്കൊക്കെ മെയിൻ്റെനൻസ് ഒക്കെ ബ്ലോക്ക് ആവണതിന് മുമ്പ് തന്നെ ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മളിതാ പുതിയ റോഡിലേക്ക് കയറാട്ടോ. നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല, അപ്പൊ തന്നെ നമുക്ക് പുതിയ റോഡ് കിട്ടിട്ടോ, ഫ്രഷ് റോഡ്. ഇപ്പൊ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ജസ്റ്റ് ടാർ ചെയ്ത് പോയിട്ടുള്ള റോഡാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മള് തൃശ്ശൂർ ടൗൺ കഴിഞ്ഞ് പിന്നെ നമ്മളെ ഹൈവേ കയറിട്ടോ. നമ്മൾ ആ ടൗണിൽ ഓടിച്ച മൈലേജ് ആണ് 16.6. അപ്പൊ രണ്ടാമത് നമ്മൾ ഹൈവേ കയറിയില്ലേ, ഇപ്പൊ ഇത് കൂടും. ശരിക്കും ഇത് ആക്യുറേറ്റ് ആണോ എന്ന് പലരും ചോദിക്കൂലേ, അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് ആക്യുറേറ്റ് ആണോ വെച്ച് കഴിഞ്ഞാല് ഡ്രൈവിംഗിന്റെ രീതി അനുസരിച്ച് ഇതിൽ മാറ്റം വരാം. അത് ഓവറോൾ നമ്മളെ മൊത്തത്തിലുള്ള വണ്ടിനെ നമ്മളെ ത്രോട്ടിൽ റെസ്പോൺസ് എല്ലാം കൂടെ വെച്ചിട്ട് വണ്ടി കാൽക്കുലേറ്റ് ചെയ്യണതാണ് ശരിക്കും കാണിക്കുന്നത്. അപ്പൊ ആവറേജ് വണ്ടി ശരിക്കും മൈലേജ് തരുന്നുണ്ട് തന്നെയാണ് പറയാൻ പറ്റുക. അങ്ങനെ ഞങ്ങളിപ്പോ പെരുമ്പാവൂർ എത്തിട്ടോ. സമയം 8 മണി ആയിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി സൈഡാക്കിയാണ്. അപ്പൊ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം സമയം നേരൊക്കെ വെളുത്തു വന്ന് വെയിലൊക്കെ ആയി. അപ്പോൾ വണ്ടി ഇപ്പൊ ശരിക്കും ഒന്ന് കാണിച്ചു തരാം. ബ്ലാക്ക് കളർ MX3 3XO പെട്രോൾ മാനുവൽ ആണ് കേട്ടോ. നമുക്ക് വിത്ത് നമ്പർ പ്ലേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ, TP-യിലല്ല. നമ്പർ ആയതിനു ശേഷമാണ് നമ്മളിപ്പോൾ വണ്ടി ഡെലിവറി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ ഉള്ള ഒരു യാത്ര? കുഴപ്പമില്ല, കംഫർട്ടബിൾ ആയിരുന്നു. ഞാനാണ് ഇത്രയും നേരം ഓടിച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ? നല്ല മൈലേജ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഈ ട്രാഫിക്കിന്റെ ടൈം ആയില്ല, ഇനിയിപ്പോ ഞാൻ ഓടിക്കുമ്പോൾ എങ്ങനെയാന്നുള്ളത് നോക്കാം. മൈലേജ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നോക്കാം. അതെ, അപ്പോൾ നല്ല യാത്രയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ റോഡ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടില്ല. ഇപ്പൊ പല സ്ഥലത്തും റോഡ് പണിയൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പുതിയ റോഡൊക്കെ. പിന്നെ നമ്മൾ വന്ന ടൈം ഇപ്പൊ ഫ്രീ ഉള്ള ടൈം അല്ലേ, ഇനിയിപ്പാണ്ട് സ്കൂളൊക്കെ ഓപ്പൺ ആയി ഓഫീസ് ടൈം സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈമിലേക്കാണ് നമ്മളിനി പോണത്. അപ്പം ഇനിയിപ്പോൾ കുറച്ചും കൂടെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വരും. ഈ മൈലേജ് ഒക്കെ കുറവാകാൻ സാധ്യതയുണ്ട്. അതെ, നമ്മൾ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി സൈഡാക്കി കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ ഇവിടെ പെരുമ്പാവൂർ ഇവിടെ നിന്ന് കറക്റ്റ് ഞാൻ നോക്കി 100 കിലോമീറ്റർ കറക്റ്റ് നമുക്ക് 100 കിലോമീറ്റർ ഏകദേശം 2.5 മണിക്കൂറാണ് കാണിക്കുന്നത്. തിരുവല്ലയാണ് നമ്മളെ ലൊക്കേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 11 മണിനുള്ളിൽ എത്തുമല്ലോ. 11 മണിനുള്ളിൽ ഫുഡ് കഴിക്കാൻ നിർത്തും വേണം. അതെ, ഞങ്ങളിപ്പോ മൂവാറ്റുപുഴ കോട്ടയം റോഡിലാട്ടോ. നല്ല അടിപൊളി റോഡാണ്. നമ്മളെപ്പോഴും പോകുമ്പോൾ നല്ല അഭിപ്രായം പറയുന്ന റോഡാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല കിടിലൻ റോഡാണ്. വലിയ തിരക്കുമില്ലാത്ത നല്ല ഓടിക്കാൻ ഭയങ്കര രസമുള്ള റോഡല്ലേ. രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതെ, നല്ല വ്യൂ, നല്ല രസമാണ്. വണ്ടീനെ ഓടിച്ചു പോകാനും വണ്ടി വരുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മള് കോട്ടയം, പിന്നെ ചങ്ങനാശ്ശേരി, തിരുവല്ല ഏകദേശം ഒരു 65 കിലോമീറ്ററോളം ഇനി ഓടാനുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി സൈഡാക്കിയാണ്. വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആനന്ദഭവനിലാണ് കയറുന്നത് കേട്ടോ. വെജിറ്റേറിയൻ, നമ്മൾ രാവിലെ കൂടുതലായിട്ടും വെജാണല്ലോ കഴിക്കുക ഫുഡ്. അങ്ങനെ നമ്മൾ ഫുഡ് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ കഴിക്കുന്ന പൂരി. എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡായിരുന്നു. ഫുഡ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. നമ്മൾ വണ്ടി തടക്കുന്നു. ഇതിപ്പോൾ കറക്റ്റ് ഏത് സ്ഥലം എന്നറിയോ? നോർത്ത് പാലക്കുഴ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ ഓടിക്കണം. അപ്പം കൂടുതൽ മൈലേജ് വേണമല്ലേ. നമ്മൾ ഇത്രയും സമയം ഓടിച്ചിട്ടും മൈലേജ് കണ്ടോ? ഈ 16.5, ഈ 16 ഇത്രയും ടൈമായിട്ട് കുറഞ്ഞിട്ടില്ലല്ലേ? 16 താഴത്തേക്ക് വന്നിട്ടില്ല. 16 താഴത്തേക്ക് വന്നില്ല കേട്ടോ. നമ്മൾ കുറേ ടൈം ഈ കോട്ടയം ടൗണിലും അത് കഴിഞ്ഞപ്പോൾ ഇത്രയും സമയം ഓടിച്ചിട്ട് ഈ 16.5 താഴേക്ക് വന്നിട്ടില്ല കേട്ടോ. 16 താഴേക്ക് വന്നിട്ടില്ല. ഏകദേശം ഒരു 3 കിലോമീറ്ററിനുള്ളിലായിട്ടാണ് നമുക്ക് നമ്മുടെ ലൊക്കേഷനൊക്കെ ഉള്ളത് കേട്ടോ. നമ്മൾ ഈ സ്ക്രീൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മറ്റേ ഫുൾ HD സ്ക്രീൻ അല്ലേ വരുന്നത്. റിവേഴ്സ് ക്യാമറ ഇതിലിപ്പോ ക്യാമറ അഡീഷൻ ചെയ്താണ്. ക്യാമറ നമുക്ക് റണ്ണിങ്ങിൽ തന്നെ നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. അപ്പൊ നമ്മളെ ഇതിന് തൊട്ട് താഴെയുള്ള MX 2 Pro കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്ക്രീനിന് മാത്രം നമ്മള് എസ്റ്റിമേഷൻ വരുമ്പോൾ ഏകദേശം 60,000-70,000 രൂപ റേഞ്ചിൽ വരും കമ്പനി എസ്റ്റിമേഷൻ വരുമ്പോൾ. ഇത് നമ്മള് MX3 എടുക്കുമ്പോൾ എന്താ ഗുണം വെച്ചാല് മെയിൻ ആയിട്ട് ഈ സ്ക്രീനാണ്. സ്ക്രീനിൽ തന്നെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് അതിന്റെ സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ഓണാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് RVC, ഇതാണ് റിവേഴ്സ് ക്യാമറ. അത് നമുക്ക് റണ്ണിങ്ങിൽ ഓൺ ചെയ്തിട്ടോ. അതിന് ക്വാളിറ്റി ഉണ്ടോ ശരിക്കും? അതിൻ്റെ ഒരു ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. ഞാൻ നിർത്തിയിട്ട് ഞാൻ റിവേഴ്സ് ഇടുന്ന സമയത്ത് കറക്റ്റ് കാണിച്ചു കേട്ടോ. ഇതുണ്ടോ, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ. ഇത് നേരിട്ട് കണ്ടാലേ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കസ്റ്റമർ എന്തായാലും ഇപ്പം വരും. ആദ്യം നമുക്ക് വാഷ് ചെയ്യണം. കുറച്ച് പൊടിയുണ്ട്. പിന്നെ ഈ സൈഡിൽ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച്
ചളി തെറിച്ചതായിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബോഡി വാഷിംഗ് മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കസ്റ്റമർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി വാഷിങ്ങിന് കയറ്റാണ്. അപ്പൊ ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞ് നമ്മളിപ്പോ തിരിച്ച് നമ്മള് മലപ്പുറം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ജസിങ്ക? നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല ഡ്രൈവ് ആയിരുന്നു. പിന്നെ സാധാരണ നമ്മൾ തിരുവല്ലയിൽ ഒരുപാട് പോയിട്ടുണ്ട്, എങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ കസ്റ്റമർ നല്ല ഹാപ്പിയാണ്. നമ്മൾ അധികം വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെയാണ് വണ്ടി കൊടുത്തത്. അതെ, ഇപ്പൊ ഡെലിവറി കഴിഞ്ഞു. ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കസ്റ്റമർ നമുക്ക് നേരെ ഉച്ച സമയത്തായിരുന്നു ഭക്ഷണം വാങ്ങി തന്നു. നല്ലൊരു അടിപൊളി റെസ്റ്റോറന്റ് ആയിരുന്നു. നല്ലൊരു സദ്യ. ഇപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നോമ്പിന് മുമ്പ് കഴിച്ചാണ് നല്ലൊരു സദ്യ ഒക്കെ. അപ്പം നല്ലൊരു ഊണൊക്കെ ആയിരുന്നു. അതൊക്കെ കസ്റ്റമർക്ക് ഒരുമിച്ച് കഴിച്ച് അതന്നെ നമ്മള് അടുത്തൊരു പള്ളിയിലാക്കി തരാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തിരുവല്ല തന്നെ നമ്മളൊരു പള്ളിയിലാക്കി തന്നു. അവിടുന്ന് നമ്മൾ ഓട്ടോക്ക് നേരെ തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. കാരണം നമ്മൾ നേരത്തെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലോ ഫ്ലോർ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം 4 മണിയാ ടൈം പറഞ്ഞൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ട് നമ്മളൊരു 4:30-5 മണിയാകുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് തിരുവല്ലയിൽ നിന്ന് പോകുന്നു കേട്ടോ. ഇത്രയും ടൈം നമ്മൾ ബസ്സിൽ തന്നെ ആയിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ നമ്മളിവിടെ എടപ്പാളെത്തിയപ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഡെലിവറി ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ 3XO പെട്രോൾ മാനുവൽ MX3 എന്ന് പറഞ്ഞ വേരിയന്റ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണുമ്പോഴേക്കും ബൈ.